ഹലോ കൂട്ടുകാരെ, മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആർക്കും ജോലി മെനക്കെടുക്കെടാതെ താല്പര്യത്തോടുകൂടി വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണക്കക്കൊഞ്ച് ചമ്മന്തിയുടെ റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് വീട്ടമ്മമാർക്കൊക്കെയാണ് ഈസി ആൻഡ് സിമ്പിളായിട്ടൊരു 10-15 മിനിറ്റിനകം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഉണക്കക്കൊഞ്ച് റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. വരും. ഞാനിവിടെ 2 ലിറ്റർ ഉണക്കക്കൊഞ്ചാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനതിൽ നിന്നിപ്പോൾ 1 ലിറ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഇവിടെ കുഞ്ഞു കൊഞ്ചിനെ ഉണക്കിയെടുത്ത് നല്ല ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. ഭയങ്കര വലിയ വിലയൊന്നുമില്ല, 200 രൂപയും കണ്ടായിരുന്നു തോന്നുന്നു 2 ലിറ്ററിന്. അപ്പോൾ അത്രയും നമ്മൾ വാങ്ങിച്ചു. അതെല്ലാം ഒന്ന് അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞെടുത്ത് വെക്കണം. നമ്മൾ ആ ഉള്ളി അല്പം പാനടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആ കുഞ്ഞുള്ളി എല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പുളി കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മൂത്തെടുക്കണം കേട്ടോ, മൂപ്പിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ചമ്മന്തിക്കൊരു രുചി വ്യത്യാസം ഉണ്ടാകും. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെച്ചാൽ മുളക് പൊടിയാണ്. അത് നമുക്ക് കൊഞ്ച് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിലേക്കുള്ള ആവശ്യത്തിന് എരിക്കുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുരുമുളക് പൊടിയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തെടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിന് ഇനി ഒരു ചടങ്ങുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ? ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിനെ ചിരട്ട ഉപയോഗിച്ചാണ് നമ്മൾ അതിൻ്റെ തലയെല്ലാം കളയേണ്ടത്. അത് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വറുത്തെടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം തലയങ്ങ് പൊടിഞ്ഞു പോയിക്കൊള്ളൂ. ഇല്ലെങ്കിൽ അതൊരു മുള്ളു പോലെ ഒരു സംഭവമുണ്ട്, നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ അത് കയറി കുരുങ്ങാൻ സാധ്യതയുണ്ട്, നന്നായിട്ട് പൊടിഞ്ഞില്ലാന്നുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ചിരട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ഉള്ള ചിരട്ട എടുത്ത് വെച്ചിട്ടാണ് ഉണക്ക കൊഞ്ചിനെ ഇങ്ങനെ തലയെല്ലാം മാറ്റിയെടുക്കുന്നത്. ശേഷം അതിനെ ഒന്ന് പാറ്റിയെടുക്കണം. ഇതാണ് അതിൻ്റെ ആ തല മാറ്റിയത് കേട്ടോ. അതും കളഞ്ഞേക്കണേ. ബാക്കി കൊഞ്ചെല്ലാം വൃത്തിയാക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കൊഞ്ചിനെയും ഈ മുളക് പൊടിയിലിട്ട് പൊടിച്ച് മിക്സാക്കുക എന്നുള്ളതാണ്. മിക്സിയുടെ ജാറെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കക്കൊഞ്ചിനെ ഇട്ട് കൊടുക്കുക. ശേഷം ആദ്യം ഒന്ന് കറക്കിയെടുത്ത് പൊടിച്ചിട്ട് വരണം. നമുക്കെന്നാ ഒന്ന് പോയിട്ട് വരാം. ഒന്ന് കറക്കിയെടുത്ത് വരും. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. പൊടിഞ്ഞ് കിട്ടുമ്പോൾ ഇതൊരു കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കാണുകയുള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശേഷം ആവശ്യത്തിന് ഉപ്പ്. ഈ മുളക് പൊടി നമ്മൾ മൂപ്പിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ, ഇല്ലെങ്കിൽ പച്ചച്ചവ ഉണ്ടാകും. നന്നായിട്ട് അരച്ചിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉണക്കക്കൊഞ്ച് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ പോലും ചോറിനോടൊപ്പം ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ എനിക്ക് വരും കേട്ടോ. പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തേങ്ങ വറക്കാനോ ഒന്നിനും പോകണ്ട. ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ കൊഞ്ച് നമ്മുടെ ഇവിടെ കിട്ടുന്ന കേട്ടോ. ഈ ഒരു ചടങ്ങാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കേട്ടോ, വ്യത്യസ്തതയാർന്നത്. കാരണം ചിരട്ട വെച്ചിട്ട് കൊഞ്ചിനെ പൊടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കൊഞ്ച് ചമ്മന്തി കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് തോന്നില്ല. എല്ലാവരും ഈ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കണം. ഇത് അധികം പ്രയാസമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ഞാനൊരു 10 മിനിറ്റിന് കൊണ്ട് 10 മിനിറ്റൊന്നും എനിക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി എടുത്താണ്. അതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് തന്നെ കഴിക്കാനായിട്ട് തോന്നില്ല. ശേഷം ഞാനത് തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യണം കേട്ടോ. ചെയ്ത് നോക്കുക. അധികം മെനക്കേടില്ലാത്ത ഒരു അടിപൊളി ഉണക്കക്കൊഞ്ച് ചമ്മന്തി ഇതായി ഇവിടെ റെഡിയായി. താങ്ക്